ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഇന്ന് കല്യാണ തലേന്നാണ്. 13-ാം തീയതി രാവിലെ 5 മണിയാണ്. അപ്പോൾ ഞാനും അവളും കൂടി ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോയി തൊഴുതിട്ട് വരാം. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട്. അപ്പോൾ നാളെ എന്തായാലും സമയം കിട്ടില്ല. രാവിലെ ഇവിടെ നിന്ന് 3 മണിക്ക് അവളെയും കൊണ്ട് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകണം. അതുകൊണ്ട് എന്തായാലും സമയം കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോയിന്ന് ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാമെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട്. അതാണ് ഇത്രയും നേരത്തെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി അവൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കും അഖിലിനും കുറച്ചധികം ജോലികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയതെന്ന് വെച്ചാൽ അതിൻ്റെ ഷർട്ടൊന്ന് തയ്പ്പിക്കണമായിരുന്നു. തയ്പ്പിക്കാനല്ല, അതൊന്ന് അടിക്കണമായിരുന്നു. കുറച്ച് നീളം കൂടുതലാണ്, അതൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരുപാട് കടകളിൽ ഓണത്തിരക്ക് കാരണം ആരും തച്ച് തരാൻ കൂടി ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് തച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി ട്രാവലിംഗ് ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് കാർ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കല്യാണ ആവശ്യത്തിന് വേണ്ടി വേണം. അപ്പോൾ ബാക്കി ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ എല്ലാത്തിനുമായിട്ട് കാറിലാണ് പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഫാൻസിയിലോട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കല്യാണത്തിൻ്റെ ആ ഒരു പൂജയ്ക്ക് വേണ്ടി വെക്കാൻ വേണ്ടി കുങ്കുമച്ചെപ്പ് വാങ്ങിക്കണമായിരുന്നു. അതൊരു ഫാൻസിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അഖിലിന് മുണ്ടെടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് പോയി മുണ്ടെടുത്തിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാടൻ രൂപത്തിലായിരുന്നു അഖിൽ. തലമുടി പോലും വെട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയി എപ്പോഴും തലമുടി വെട്ടുന്നൊരു കടയിൽ പോയി തലമുടിയൊക്കെ വെട്ടി. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങളുടെ മണ്ഡപത്തിലേക്ക് നമ്മൾ ഈ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സെറ്റ് കൊണ്ടുവയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബാക്കി കസേരയൊക്കെ നാളെ, ബാക്കി ഡെക്കറേഷനൊക്കെ നാളെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ മണ്ഡപം വന്ന് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് അത് എവിടെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് വൈകിട്ടത്തേക്കുള്ള ഐസ്ക്രീമും അതേപോലെ തന്നെ ബാക്കി ഫുഡ്, ചപ്പാത്തി, ഇടിയപ്പം, അങ്ങനത്തെ ഫുഡ് എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. അതൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയതാണ്. തിരിച്ചു പോയത് ഞങ്ങളൊരു 3 മണിയായി. തിരിച്ചു വന്നപ്പോൾ അപ്പോഴത്തേക്കുള്ള റെഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ക്യാമറമാനൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അറേഞ്ച്മെൻറ്റൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ റിലേറ്റീവ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതായിരുന്നു അവളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഡ്രസ്സ് ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മാമിൻ്റെ മോൾ ആര്യയാണ് തയ്പ്പിച്ച് തന്നത്. പിന്നെ മേക്കപ്പൊക്കെ അവൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അവളിങ്ങനെ ആനയിച്ച് കൊണ്ട് അവിടെ ഇരുത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി ഇരുത്തി. അവൾ അങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-3 റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ട് അവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ വന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ഒട്ടത്തെ പോലെ ഇരിക്കുന്നു, പോയി എൻ്റെ അടുത്ത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് അവിടെ ഇരുത്തി. അവളെ കംഫർട്ടാക്കിയതിന് ശേഷം ഞങ്ങൾ പോയി റെഡിയായി. അപ്പോഴത്തേക്ക് അവളെ പുറത്ത് ബാക്കി ഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും കുഞ്ഞമ്മയും കൊച്ചിച്ചനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാമിയുടെ മോളും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉച്ചയ്ക്ക് വന്ന് പിന്നെ റെഡി ആയതിനു ശേഷം അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് ഇരുത്തി. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൽദിക്ക് ഇട്ട ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളായിരുന്നു. അത് വേറെ ഒരിടത്തും ഞാൻ പ്രത്യേകിച്ച് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് പിന്നെ ഇട്ടു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ലുക്ക്. ഞാൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്തത്. അത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എൻ്റെ അഖിലിൻ്റെയും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിലിൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ രീതിക്ക് അവിടെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. ഫസ്റ്റ് തന്നെ അവർ വിളമ്പാൻ നിന്നുകൊണ്ട് അവർ തന്നെ ഫസ്റ്റ് കഴിച്ചിട്ടൊക്കെയാണ് നിന്നത്. കാര്യം തിരക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വിളമ്പി കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവരൊക്കെ ഇരുന്നു. തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ
ഒരു 7:30 കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സാരിയും കൊണ്ട് വന്നതാണ്. ചേട്ടൻ വരില്ല, ചേട്ടൻ്റെ സഹോദരിയും പിന്നെ ബാക്കി റിലേറ്റീവ്സ് എല്ലാവരും കൂടിയാണ് വരുന്നത് സാരി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തലേദിവസം അങ്ങനെ ഒരു ചടങ്ങായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ട ഈ ചീപ്പ്, പൊട്ട്, കണ്ണാടി അതെല്ലാം കൂടി നമ്മളൊരു പേരിന് വെക്കുമല്ലോ, ഒരു ചടങ്ങിൻ്റെ രീതിയിൽ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ആര് കൊടുക്കുന്ന അവരുടെ കാലൊക്കെ തൊട്ട് തൊഴുത് അങ്ങനെയാണ് നമ്മൾ ഈ സാരിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ തലേദിവസം അവരതും കൊണ്ടാണ് വന്നത്. പിന്നെ വന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്.